സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റ് തൃത്താല മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകുന്നതാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. ചാലിശ്ശേരി ആശുപത്രിയുടെ സമഗ്ര നവീകരണത്തിനായി പ്രാരംഭഘട്ടത്തിൽ 2 കോടി രൂപ അനുവദിച്ചതാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന്. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഡയാലിസിസ് സെന്ററിന്റെ വിപുലീകരണത്തിനുമായുള്ള ഈ പദ്ധതി ചികിത്സാ സേവനങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് MLA പറഞ്ഞു. മുൻ രാഷ്ട്രപതി ഡോക്ടർ KR നാരായണന്റെ പേരിൽ തൃത്താലയിൽ സ്ഥാപിക്കുന്ന സിവിൽ സർവീസ് അക്കാദമിയും ബജറ്റിലെ ശ്രദ്ധേയ പദ്ധതിയാണ്. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള യുവതി യുവാക്കളെ ഭരണസേവന മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അക്കാദമിക്ക് കഴിയുമെന്നും ആധുനിക സൗകര്യത്തോടെയുള്ള അക്കാദമി മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് കരുത്താകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കൂറ്റനാട് കേന്ദ്രീകരിച്ച് പുതിയ ടൂറിസം പദ്ധതിക്ക് 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. MLA ഫണ്ടും ഇതിനായി വിനിയോഗിക്കുമെന്ന് അറിയിച്ചു. പരുതൂർ ഇരുമ്പിളിയം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുറിഞ്ഞായക്കടവ് കൈതക്കടവ് പാലം, വിവിധ റോഡ് വികസന പദ്ധതികൾ, പാലങ്ങൾ, സ്കൂൾ ITI കെട്ടിടങ്ങൾ, കുളങ്ങളിലെ നവീകരണം, കനാൽ നവീകരണം എന്നിവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂട്ടുപാത ആറങ്ങോട്ടുകര റോഡിന് 7.5 കോടിയും മലാൽ ചാലിശ്ശേരി റോഡിന് 4 കോടി രൂപയും നടുവട്ടം തണ്ണീർക്കോട് മാത്തൂർ ആമക്കാവ് റോഡുകൾക്ക് 3 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. നാഗലശ്ശേരി ഗവൺമെന്റ് ITIക്കും മലമക്കാവ് GLP സ്കൂളിനും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ടെന്നും MLA ഫണ്ട് കൂട്ടിച്ചേർത്ത് മികച്ച സൗകര്യമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാഗലശ്ശേരി ചാലിശ്ശേരി പഞ്ചായത്തുകളിലെ കുളങ്ങളിലെ നവീകരണത്തിനും കപ്പൂർ തോടുപാടം കനാൽ നവീകരണത്തിനും പ്രത്യേക തുക അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ കൂനമ്മൂച്ചി മുക്കൂട്ട റോഡ്, തൃത്താല കൂറ്റനാട് റോഡ്, ബഡ്സ് സ്കൂളുകൾ, പന്നിയൂർ ചിറ നവീകരണം തുടങ്ങിയ പദ്ധതികളും ബജറ്റ് രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് ഭരണാനുമതി നേടി എത്രയും വേഗം നിർവ്വഹണ ഘട്ടത്തിലെത്തിക്കുന്നതിന് നിരന്തര ഇടപെടലും ഫോളോ അപ്പും ഉണ്ടാകുമെന്നും MLA വ്യക്തമാക്കി.